ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മുൻനിര ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സർ അലക്സ് ഫെർഗ്യൂസിന് കീഴിലാണ് ലോകത്തെ തന്നെ മികച്ച ക്ലബ്ബുകളിലൊന്നായി മാറിയത്. പ്രീമിയർ ലീഗിലും FA കപ്പിലുമെല്ലാം തുടർ വിജയങ്ങൾ ശീലമാക്കിയ യുണൈറ്റഡിനെ ലോകം ചുവന്ന ചെകുത്താന്മാരെന്ന് വിളിച്ചു. എന്നാൽ ഫെർഗൂസൺ സ്ഥാനമൊഴിഞ്ഞ ശേഷമുള്ള വർഷങ്ങളിൽ ഓൾഡ് ട്രാഫോർഡിൽ നിന്നും വരുന്ന വാർത്തകൾ ഒട്ടും ശുഭകരമല്ല. ഏതു ദിവസവും മാർക്ക് മുന്നിലും തോൽക്കുന്ന ശരാശരി ക്ലബ്ബായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാറി. മാഞ്ചസ്റ്റർ നഗരത്തിന്റെ കാൽപന്ത് പൈതൃകവുമായി മാഞ്ചസ്റ്റർ സിറ്റി ഉന്നതിയിലേക്ക് കയറുമ്പോൾ നോക്കിയിരിക്കാനായിരുന്നു പ്രതാപികളുടെ വിധി. പുതിയ സീസണിലും കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. ചാമ്പ്യൻസ് ലീഗിലേക്ക് കടന്നു കയറുകയെന്ന പ്രതീക്ഷകൾ ഏറെക്കുറെ അസ്ഥാനത്താണ്. ചാമ്പ്യൻസ് ലീഗിൽ പങ്കെടുക്കാനായില്ലെങ്കിൽ യുണൈറ്റഡിന് സംഭവിക്കുക കനത്ത നഷ്ടങ്ങളാണ്. ചാമ്പ്യൻസ് ലീഗിൽ പങ്കെടുക്കുന്ന ടീമുകൾക്കായി UEFA വിലയിരുത്തുന്ന 2.1 ബില്യൺ യൂറോയിൽ നിന്നുള്ള വിഹിതം യുണൈറ്റഡിന് ലഭിക്കില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനം. അടുത്ത വർഷം ടീമുകളുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ പങ്കെടുക്കുന്നവർക്കുള്ള തുക 2.5 ബില്യൺ യൂറോ ആക്കാനിരിക്കുകയാണ് UEFA. ചാമ്പ്യൻസ് ലീഗിലെ പെർഫോമൻസും പ്രതിനിധീകരിക്കുന്ന രാജ്യത്തിന്റെ ടെലിവിഷൻ മാർക്കറ്റും അടക്കമുള്ളവ കൂടി പരിഗണിച്ചാകും UEFA തുക അനുവദിക്കുക. കൂടാതെ ചാമ്പ്യൻസ് ലീഗിൽ പങ്കെടുക്കാനാകാതെ വന്നാൽ ടെലിവിഷൻ മാർക്കറ്റിലും വമ്പൻ തിരിച്ചടിയാണ് യുണൈറ്റഡിന് നേരിടേണ്ടി വരിക. ഇനി യൂറോപ്യൻ ലീഗിൽ കളിച്ചാലും ഈ നഷ്ടം നികത്താൻ മാഞ്ചസ്റ്ററിനാകില്ല. ഉദാഹരണമായി ചാമ്പ്യൻസ് ലീഗിലെ 8 മത്സരങ്ങൾ വിജയിച്ചാൽ 46.4 മില്യൺ യൂറോ യുണൈറ്റഡിന് നേടാം. അത്രയും മത്സരങ്ങൾ യൂറോപ്പ ലീഗിൽ വിജയിച്ചാലും ലഭിക്കുക 9.45 മില്യൺ യൂറോ മാത്രം. കൂടാതെ ടെലിവിഷൻ റവന്യൂവിലും ടിക്കറ്റ് റെസീപ്റ്റിലും വലിയ നഷ്ടം നേരിടുകയും ചെയ്യും. വരുമാനം കുറയുന്നതോടെ താരങ്ങളുടെ ശമ്പളം വെട്ടിച്ചുരുക്കാൻ ടീം മാനേജ്മെന്റ് നിർബന്ധിതരാകും. അവസാനമായി യുണൈറ്റഡിന് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടാനാകാതെ വന്നപ്പോൾ താരങ്ങളുടെ ശമ്പളത്തിൽ 25% വെട്ടിക്കുറച്ചിരുന്നു. ഇത് താരങ്ങളെ ക്ലബ് വിടാൻ പ്രേരിപ്പിക്കുമെന്നും പറയപ്പെടുന്നു. പ്രതിഭാധാരരായ കൗമാരക്കാർക്ക് യുണൈറ്റഡിനോട് താല്പര്യമില്ല എന്നതാണ് മറ്റൊരു പ്രതിസന്ധി. റയൽ മാഡ്രിഡിൽ സൂപ്പർ താരമായി വളർന്ന ജൂഡ് ബെല്ലിംഗ്ഹാമിനെ 17-ാം വയസ്സിൽ യുണൈറ്റഡിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും താരത്തിന് താല്പര്യമില്ലായിരുന്നുവെന്ന് മുൻ കോച്ച് ഒലെ സോൾഷെയർ വെളിപ്പെടുത്തിയിരുന്നു. RB സാൽസ്ബർഗിനായി കളിച്ചുകൊണ്ടിരിക്കെ എർലിംഗ് ഹാലൻഡിനെയും ടീം നോക്കിയിരുന്നുവെങ്കിലും ആ വർഷം ചാമ്പ്യൻസ് ലീഗിൽ പങ്കെടുക്കാൻ സാധ്യതയില്ലാത്ത യുണൈറ്റഡിൽ ചേരാൻ വിസമ്മതിക്കുകയായിരുന്നു. താരതമ്യേന യുണൈറ്റഡിനേക്കാൾ ചെറു ക്ലബ്ബായ ഡോർട്ട്മുണ്ടിലേക്കാണ് ഇരുവരും ചേക്കേറിയത്. എങ്കിലും ഡോർട്ട്മുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുമെന്ന ഉറപ്പാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത്. ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയില്ലെങ്കിൽ കോച്ച് എറിക് ടെൻ ഹാഗിന്റെ തൊപ്പി തെറിക്കാനും സാധ്യതയേറെയാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.